ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വ്യാജ എംബസി കണ്ടെത്തി. വെസ്റ്റ് ആർട്ടിക്, സബോർഗ, പൗൾവിയ, ലൗഡോണിയ തുടങ്ങിയ പരമാധികാരമില്ലാത്ത രാജ്യങ്ങളുടെ പേരിലാണ് വ്യാജ എംബസി പ്രവർത്തിച്ചത്. സംഭവത്തിൽ ഒരാളെ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു. നയതന്ത്ര നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച വാഹനങ്ങൾ, വ്യാജരേഖകൾ, സീലുകൾ എന്നിവയടക്കം പരിശോധനയിൽ പിടിച്ചെടുത്തു. വെസ്റ്റ് ആർട്ടിക്, സബോർഗ, പൗൾവിയ, ലൊഡോണിയ തുടങ്ങി പരമാധികാരമില്ലാത്ത രാജ്യങ്ങളുടെ പേരിലാണ് വ്യാജ എംബസി പ്രവർത്തിച്ചിരുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ കവിതാ നഗറിൽ വാടകയ്ക്ക് വീടെടുത്തായിരുന്നു തട്ടിപ്പ്. ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അംബാസഡർ എന്ന് സ്വയം നടിച്ച ഹർഷവർദ്ധൻ ജെയിൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു. പോലീസ് നടത്തിയ പരിശോധനയിൽ മൈക്രോനേഷ്യൻ രാജ്യങ്ങളുടെ 12 നയതന്ത്ര പാസ്പോർട്ടുകൾ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുദ്രയുള്ള വ്യാജരേഖകൾ, വ്യാജ പാൻ കാർഡുകൾ, വിവിധ രാജ്യങ്ങളുടെയും കമ്പനികളുടെയും 34 സീലുകൾ, വ്യാജ പ്രസ് ഐഡികൾ എന്നിവ കണ്ടെടുത്തു. കൂടാതെ 44,70,000 രൂപ പണമായും നിരവധി രാജ്യങ്ങളുടെ വിദേശ കറൻസികളും പിടിച്ചെടുത്തു. हर्षवर्धन की गिरफ्तारी में उसके पास से 4 गाड़ियां मिली है, जिसपे डिप्लोमेटिक तरीके के नंबर डाली हुई नंबर प्लेट्स लगी हुई है. इसके अलावा इसके पास से 12 अलग अलग पासपोर्ट्स मिले हैं जो कि अवैध है, और कुछ विदेश मंत्रालय की कूटरचित मोहरें भी इससे मिली है. 2 कूटरचित पैन कार्ड इससे प्राप्त हुए हैं. विभिन्न देशों और कंपनियों की 34 मोहर स्टैम्प्स इससे मिले हैं, और 2 कूटरचित प्रेस कार्ड्स इससे मिले हैं. लगभग 44,70,000 रुपए भी इसके गिरफ्तारी के दौरान बरामद हुए हैं. അംബാസഡർ ചമഞ്ഞ ഹർഷവർദ്ധൻ ജെയിൻ മുൻപും തട്ടിപ്പ് കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട്. എംബസിയുടെ എന്ന വ്യാജേനെ നയതന്ത്ര പരിരക്ഷയുള്ള നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളായിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. ജനം, ഡൽഹി.